പ്രവർത്തിക്കുന്ന ആളുകൾ. നേരത്തെ ഇവിടെ പ്രസംഗിച്ച എന്റെ സ്നേഹിതനും ജീലാനി സ്റ്റഡി സെന്ററിന്റെ അഭിവന്ദനായ ജനറൽ സെക്രട്ടറിയുമായ ഹാഷിം മന്നാനി അവർകൾ സൂചിപ്പിക്കുകയുണ്ടായി, കേരളത്തിൽ 4 പണ്ഡിത സഭകൾ നിലനിൽക്കുന്നു. 4 പണ്ഡിത സഭകൾ നിലനിൽക്കുന്നു. ഈ 4 പണ്ഡിത സഭകൾ അവർ മുഴുക്കെ ഖുതുബുസ്സമാൻ പരിശുദ്ധമായ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന മഹിതമായ സന്ദേശവുമായി രംഗപ്രവേശം ചെയ്തപ്പോ ആദ്യമൊക്കെ ഇങ്ങനെ അടങ്ങിയിരുന്നു. പിന്നീട് അവർക്ക് ഹാലിളകാൻ തുടങ്ങി. അവര് പറഞ്ഞു, ആളുകളൊക്കെ ചിരിച്ചു മരിക്കാണ്. വീട്ടിൽ സ്വന്തം പിതാവ് ഖുതുബുസ്സമാനുമായി ബന്ധം സ്ഥാപിച്ച് മനോഹരമായ സന്തോഷത്തോടു കൂടെയുള്ള തൗഹീദ് ചൊല്ലി ചിരിച്ചു മരിക്കുമ്പോ അതുവരെ വാപ്പ മകനെ ദഅവത്ത് ചെയ്തു, ഖുതുബുസ്സമാനെ സമീപിക്കണം, അവിടുത്തെ ഖലീഫമാരെ സമീപിക്കണം, അങ്ങനെ വിജയത്തിലായി മരിക്കാൻ തയ്യാറാകണം, ചിരിച്ചു മരിക്കാൻ, തൗഹീദിലായി മരിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞപ്പോ കുട്ടികൾ പുച്ഛത്തോടു കൂടെ അവരെ നിയന്ത്രിച്ചത് സംഘടനകളായിരുന്നു, അവരെ നിയന്ത്രിച്ചത് പ്രസ്ഥാനങ്ങളായിരുന്നു, അവരെ നിയന്ത്രിച്ചത് പണ്ഡിത സഭകളായിരുന്നു, അവരെ നിയന്ത്രിച്ചത് അവരുടെ നാടുകളിൽ നിവസിക്കുന്ന ഉലമാക്കളായിരുന്നു, അവരെ നിയന്ത്രിച്ചത് പള്ളികളുടെ മെഹ്റാബിൽ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് സംസാരിക്കുന്നവരായിരുന്നു, അവരെ നിയന്ത്രിച്ചത് പാഠശാലകളിൽ അറിവ് പകർന്നു നൽകുന്ന ഉസ്താദുമാരായിരുന്നു. അവരുടെ വാക്ക് കേട്ടപ്പോ ഉപ്പ ഒരു പൊട്ടനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹിതമായി മാർഗത്തിലേക്ക് വരാൻ പ്രയാസപ്പെട്ടു നിന്നു. പക്ഷേ തന്റെ പിതാവ് വർഷങ്ങളായി തന്നോട് ഉപദേശിക്കുന്ന ഖുതുബുസ്സമാനെ സമീപിക്കണം, തൗഹീദ് സ്വീകരിക്കണം, പരിശുദ്ധ കലിമയിലായി ജീവിക്കണം, ചിരിച്ചു മരിക്കാനുള്ള അവസ്ഥയുണ്ടാകണം എന്ന് പറഞ്ഞപ്പോ പുച്ഛത്തോടു കൂടെ നിന്ന മകൻ തന്റെ പിതാവ് മരിക്കുന്നത് നേർക്കുനേരെ കാണുന്ന സമയത്ത് തൗഹീദിലായി പുഞ്ചിരിച്ച് മരിക്കുന്നത് കണ്ടപ്പോ എന്റെ ഉസ്താദിന്റെ ഉപദേശം, എന്റെ നാട്ടിലെ ഖാലിയുടെ ഉപദേശം, എന്റെ നാട്ടിലെ മുദർരിസിന്റെ ഉപദേശം, എന്റെ നാട്ടിലെ മദ്രസയിലെ അധ്യാപകരുടെ ഉപദേശം, എന്റെ നാട്ടിലെ പ്രസ്ഥാനങ്ങളുടെ ഉപദേശം, എന്റെ നാട്ടിലെ സംഘടനകളുടെ ഉപദേശം, അത് സ്വീകരിച്ചുകൊണ്ട് ഞാൻ പോയാൽ എന്റെ പ്രിയപ്പെട്ട പിതാവ് ഖുതുബുസ്സമാനുമായി സംഗമിച്ചതിന് ശേഷമുള്ള ജീവിതത്തിൽ നേടിയെടുത്ത അനർഘമായി മുഹൂർത്തത്തിന് എന്റെ ജീവിതാന്ത്യത്തിൽ സാക്ഷിയാകാൻ എനിക്ക് സാധ്യമാകുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവര് ഖുതുബുസ്സമാനെ സമീപിച്ചു. അല്ലേ, മാറാൻ തുടങ്ങി, നാട് മാറാൻ തുടങ്ങി. അല്ലേ, നാറിയ കരങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ ഇസ്സത്താർന്ന നേതൃത്വം നായകന്മാരായ യഥാർത്ഥ വഴികാട്ടികളിലേക്ക് വഴിമാറുമെന്ന് മനസ്സിലാക്കിയപ്പോ ഹാലിളകാൻ തുടങ്ങി. ആദർശപരമായി സമസ്തക്കോ AP വിഭാഗത്തിനോ ദക്ഷിണക്കോ സംസ്ഥാനക്കോ ശൈഖുന ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ചില കാരണങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. അങ്ങനെ മുന്നോട്ട് വെച്ചപ്പോ അതിനെതിരെ ഞങ്ങൾ വളരെ ശക്തമായി ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണ നിബദ്ധമായി ഖുർആനിന്റെ സുന്നത്തിന്റെ പൂർവിക പാരമ്പര്യത്തിന്റെ മഹിത സാന്നിധ്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ആശയങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പറഞ്ഞത് വിഡ്ഢിത്തമാണ്, നിങ്ങൾ പറഞ്ഞത് പാകപ്പിഴവാണ്, നിങ്ങൾ പറഞ്ഞത് അബദ്ധമാണ്. ഖുതുബുസ്സമാൻ വരച്ചിട്ട രജതരദ്യ പൂർണ്ണ ശോഭയോടുകൂടെ ഇതാ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായ ആദർശത്തിന്റെ അധിഷ്ഠിതമായ പ്രചരണം നടത്തി. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്തേ സംഭവിച്ചേ? എല്ലാവരും ഇറങ്ങി നോക്കി. ഞങ്ങൾ മറുപടിയുമായി വന്നപ്പോ അവർക്ക് ആദർശത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇനിവർ മുന്നോട്ട് പോയാൽ തങ്ങളുടെ സംഘടനാ നേതൃത്വം ആ പാടെ പിരിച്ചുവിടേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് പറയുമ്പോ തെരുവിലെ ചെക്കന്മാരെ വളരെ മോശമായ ചിത്രത്തിലേക്ക് പരിശുദ്ധമായ തൗഹീദുമായി മുന്നോട്ട് നീങ്ങുന്ന ആളുകൾക്ക് നേരെ തിരിച്ചുവിടുന്ന ദാരുണമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. ഒരൊറ്റ കാര്യം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ദീൻ, ആദം നബി അലൈഹിസ്സലാം മുതൽ പരിചയപ്പെട്ട പരിശുദ്ധമായ ദീനിന്റെ ഒരു ചരിത്രമുണ്ട്. എന്താണ് ആ ചരിത്രം എന്നറിയുമോ? ആ ചരിത്രം മഹിതമായ ചരിത്രമാണ്, മനോഹരമായ ചരിത്രമാണ്, റിസാലത്തിന്റെ ചരിത്രമാണ്. റിസാലത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രപഞ്ചത്തിലെ ഉജ്ജ്വലമായ തൗഹീദിന്റെ സന്ദേശവുമായി ഉൾക്കിട്ട തലങ്ങളിൽ ഉന്നതമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് രംഗപ്രവേശം ചെയ്ത സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം
മഹാനുഭാവൻ തന്നെ അംഗീകരിക്കണം, ജഗന്നിയന്താവായ അള്ളാഹുവിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജനതതികളിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോ ആ കാപാലികന്മാരായ ആളുകൾ അവരോട് ചോദിച്ചത് അനുഅ്മിനുലക വത്തബഅകൽ, പീഡിതരായ വളരെ ദുർബലരായ ഒരു വിഭാഗമാണ് നിന്നെ അനുധാവനം ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ എന്ന് തിരിച്ചു ചോദിക്കുകയുണ്ടായി. അവസാനം ഗതിമുട്ടി പ്രബോധനത്തിന്റെ വടിത്താരയിൽ എല്ലാവിധ ഗതികേടുകളും എല്ലാവിധ വിഘ്നങ്ങളും സൃഷ്ടിച്ച ആ സമൂഹത്തോട് നിരന്തരമായി നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു. പക്ഷേ അവർ പുച്ഛത്തോടുകൂടെ നൂഹ് നബിയെ കണ്ടു എന്ന് മാത്രമല്ല, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാക്കി വെച്ച കപ്പലിന്റെ അകത്ത് മാലിന്യം അവർ നിക്ഷേപിച്ചു, കാഷ്ടിച്ചു വെച്ചു. അല്ലേ, ആദർശപരമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ, ഞങ്ങളെ നാട്ടിൽ കൂടെ ഒക്കെ പറയും തൂറി തോൽപ്പിക്കാറ്, കാഷ്ടിച്ച് തോൽപ്പിക്കുക. അല്ലേ, ആദർശപരമായി പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്നപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിനെ ഈ രീതിയിലാണ് അവർ നേരിട്ടത്. വിശ്വാസികൾ, ചുരുങ്ങിയ വിശ്വാസികൾ, വിരലിലെണ്ണാവുന്ന വിശ്വാസികൾ, അവർക്ക് ചുറ്റുഭാഗങ്ങളിലും ആയിരക്കണക്കിന് ആയുധങ്ങളും സൗകര്യങ്ങളുമുള്ള എല്ലാവിധ ശക്തിയുമുള്ള ആളുകൾ വന്ന് ചുറ്റും കൂടി പേടിപ്പിച്ചു. വിശ്വാസികൾ നെഞ്ചിടറി ദുആ ചെയ്തു, ജഗന്നിയന്താവായ പടച്ച തമ്പുരാനിലേക്ക് കൈ ഉയർത്തി. എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും സംഘവും ദഅവത്തിന്റെ അവസാന ഘട്ടം വരെ നന്നായിക്കോളൂ, ജഗന്നിയന്താവിലേക്ക് വന്നോളൂ എന്ന് പ്രബോധനം ചെയ്തപ്പോ അന്നുണ്ടായിരുന്ന നേതാക്കന്മാർ, അന്നുണ്ടായിരുന്ന നായകന്മാർ, അന്നുണ്ടായിരുന്ന ഭരണാധികാരികൾ, അന്നുണ്ടായിരുന്ന പ്രതാപശാലികൾ, അന്നുണ്ടായിരുന്ന സമ്പന്നന്മാർ അവരുടെ ശക്തിയും അവരുടെ പവറും അവരുടെ മസിൽ പവറും മാസ് പവറും ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ഇടുങ്ങിയ ജീവിതത്തിന്റെ വൃത്തത്തിലേക്ക് തള്ളി ഒതുക്കിക്കൊണ്ട് എരിച്ചരച്ചില്ലാതെയാക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ചരിത്രം എഴുതി വെച്ചുകൊണ്ട് സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ചരിത്രത്തിലെ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയമുണ്ടാക്കി ധിക്കാരികളുടെ പതനം ഏറ്റുപറയുന്ന ചരിത്രം, പതനം ഏറ്റുവാങ്ങിയ ആ ധിക്കാരികളുടെ ചരിത്രം ജൂതി പർവ്വതത്തിന്റെ നെറുകയിൽ പോയി അന്വേഷിച്ചാൽ അവിടെ പോയി അന്വേഷിച്ചാൽ നമുക്കിന്ന് ലഭ്യമാകും. ലോക ചരിത്രം എഴുതി വെക്കപ്പെട്ട സർവ്വരേഖകളിലും ഇത് വളരെ മനോഹരമായി ഉല്ലേഖിതമായി കിടക്കുകയാണ്. 80ഓളം വരുന്ന മുസ്ലിങ്ങളെ, 80ഓളം വരുന്ന നൂഹ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട നൂഹ് നബിയെ വിശ്വസിച്ച ഞങ്ങൾക്ക് നൂഹിനെ കിട്ടിയാൽ മതി, നൂഹ് നബിയെ ഞങ്ങൾ അംഗീകരിക്കും, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായാലും, എത്ര അടിയേറ്റാലും, എത്ര പിടയേണ്ടി വന്നാലും നൂഹ് നബിയെ വിട്ടേച്ചു പോകുന്ന പ്രശ്നം ഉദിക്കുന്നേ ഇല്ല എന്ന് പ്രഖ്യാപിച്ച ആ ജനതതികൾക്ക് തുടക്കത്തിൽ തന്നെ നൂഹ് നബിയെ എതിർത്തപ്പോ, കുറെ പീഡനം ഉണ്ടായപ്പോ സഹായം അപ്പണ് വന്നിട്ട് ഒറ്റടി, അങ്ങനെയല്ല, അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലില്ല. പിന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്ത് ക്ഷമിച്ചു, സഹിച്ചു, പുറത്തു. അവസാനം റബ്ബിനോട് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ശ്രമത്തിന്റെ അങ്ങേയറ്റം തീർത്തിരിക്കുന്നു നാഥ എന്ന് പറഞ്ഞ് ദുആ ചെയ്തപ്പോ ലോക ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധം പതനം ഏറ്റുവാങ്ങി. സമാനീൻ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, ഈ 80 മുഅ്മിനുകൾ നിവസിച്ച പ്രദേശത്തിന്റെ പേരാണ്. ധിക്കാരികളുടെ പതനം ആവർത്തിക്കപ്പെട്ട ചരിത്രമാണ് ലോക ഇസ്ലാമിക ചിത്രം. ലോകത്ത് നമ്രൂദിന്റെ പതനം അറിയുമോ നിങ്ങൾക്ക്? ഭരണാധിപത്യത്തിന്റെ അതീശാധിപത്യത്തിൽ ഒരു സമൂഹത്തെ നിർദാക്ഷിണ്യം കൊലക്കയറിലേക്കും തീഷ്ണമായ തീച്ചൂളയിലേക്കും എറിഞ്ഞ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം പിതാവ്, സ്വന്തം കുടുംബം, തന്റെ പ്രിയപ്പെട്ടവര് തന്റെ നാട്ടുകാരിലേക്ക് പ്രബോധനത്തിന്റെ ദഅവത്തിന്റെ പരിശുദ്ധ മാർഗവുമായി ഇറങ്ങി തിരിച്ചപ്പോ ലഇല്ലം തൻതഹി ലഅർജുമന്നക്, നീ പ്രബോധനം അവസാനിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞ് ശരിയാക്കുന്ന പറഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാം കല്ലിന്റെ ചീളുകൾക്ക് മുമ്പിൽ വിശുദ്ധ തൗഹീദിന്റെ മഹിത മാർഗത്തെ മാറ്റിവെക്കാൻ തയ്യാറായില്ല.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദ് എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി, എക്കാലത്തും ഉണ്ടാകും ദുഷ്ടരായ ഭരണാധികാരികൾ. തങ്ങളുടെ അനുയായികൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോ അതിനു നേരെ കൊഞ്ഞനം കുത്തുന്ന കാപ്പാലികന്മാരായ ഭരണാധികാരികൾ. ആ ഭരണാധികാരികൾക്ക് നേരെ ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ എടുത്ത തീരുമാനത്തിന്റെ തീക്ഷ്ണമായ രൂപമാണ് നമ്രൂദിന്റെ പതനത്തിന്റെ ചരിതം നമ്മോട് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത്. ആലോചിച്ചു നോക്ക് സഹോദരരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന അന്നത്തെ ഇസ്ലാമിക നവോത്ഥാന പ്രക്രിയയുടെ നായകത്വം വഹിക്കുന്ന ആ മഹാമനീഷി ദീനീ ദഅവത്തുമായി വന്നപ്പോ വമ്പിച്ച അഗ്നികുണ്ഡം ഒരുക്കി വെച്ചുകൊണ്ട് തീജ്വാല കത്തിജ്വലിക്കുന്ന അഗ്നിജ്വാലയിലേക്ക് എടുത്തെറിയപ്പെട്ടു. അവരസ്വസ്ഥപ്പെട്ടില്ല. എവിടെ സഹായം, എവിടെ സഹായം എന്ന് ചോദിച്ച് നിലവിളിച്ച് കരഞ്ഞില്ല. അവർ ആഗ്രഹിച്ചത് ജഗന്നിയന്താവായ നാഥന്റെ സന്നിധാനത്തിലെ സുഖലോലുപമായ ജീവിതമായിരുന്നു. ഇബ്രാഹിം എന്ന വിശുദ്ധ ഖുർആനിന്റെ വാക്യം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. എന്താണത്? അഗ്നിജ്വാല കത്തിച്ചു വെച്ച് അതിന്റെ അരികിലേക്ക് നടന്നെടുക്കുന്ന ആളുകൾ പോലും പൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് തന്റെ കൂടെ വന്നുകൊണ്ട് ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ നിസ്സങ്കോചം, ഒരു പേടിയുമില്ലാതെ വിശ്വാസത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പത്തര മാറ്റിൽ പിടിച്ചു നിന്നുകൊണ്ട് എന്റെ റബ്ബ് എനിക്ക് പോന്നവനാണ്, എന്നെ രക്ഷപ്പെടുത്താൻ അവൻ യോഗ്യനാണെന്ന് മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്നുകൊടുത്തപ്പോ അഗ്നിജ്വാലയുടെ ആർത്തലച്ചലറിക്കൊണ്ടിരിക്കുന്ന കത്തിയാളിക്കൊണ്ടിരിക്കുന്ന തീജ്വാലകളെ നിഷ്പ്രഭമാക്കാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സാധിച്ചു. ഒരു ചെറിയ കൊതുകിനെ പോലുള്ള ഒരു സാധനത്തെ വിട്ടിട്ടാണ് ചരിത്രത്തിലെ തുല്യതയില്ലാത്ത നികൃഷ്ടതകൾക്ക് നേതൃത്വം കൊടുത്ത നമ്രൂദിന്റെ പതനത്തിന് അള്ളാഹു അവസരമൊരുക്കിയത് എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ അല്ലേ? ഏതു വലിയ ധിക്കാരിയായ ഭരണാധികാരി, മാസ് പവർ പ്രകടിപ്പിച്ചവൻ, മസിൽ പവർ രേഖപ്പെടുത്തിയവൻ, അവനെ പിടിച്ചു കെട്ടാൻ അള്ളാഹുവിന് വലിയൊരു സൈനിക ശക്തി വേണ്ട. ഒരൊറ്റ ഈച്ചയെ പറഞ്ഞയച്ചുകൊണ്ട് നമ്രൂദ് എന്ന് പറയുന്ന ലോകധിക്കാരിയെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പഠനത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അർത്ഥഗർഭമായി അചഞ്ചലമായി നിലകൊണ്ടു. ആലോചിച്ചു നോക്കൂ, നമ്രൂദ് പതനമേറ്റുവാങ്ങി അല്ലേ? എന്താ പതനേറ്റുവാങ്ങാൻ അത്ര വലിയ പ്രശ്നമുണ്ടോ? ധിക്കാരിയായി പരിശുദ്ധമായ തൗഹീദിലേക്ക് നീങ്ങുന്ന, തൗഹീദിനെതിരെ നീങ്ങുന്ന ആളുകൾ ധിക്കാരം കാട്ടിക്കൊണ്ട് വിശ്വാസികൾ അജയ്യമായി ഞങ്ങൾക്ക് ലഭിച്ചത് പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്, അതിൽ സംശയിക്കാതെ സത്യസന്ധമായി ഞങ്ങൾക്കിത് മതി, ജഗന്നിയന്താവായ റബ്ബിനെ മതി എന്ന് ഉറപ്പിച്ചാൽ അവൻ സഞ്ചരിക്കുന്ന ഒരു ബൈക്കൊന്ന് ആക്സിഡന്റ് ആയാൽ തെറിച്ചില്ലാതെയായി മുഖം വികൃതമാകുന്ന പുതിയ ചിത്രങ്ങൾ വരച്ചിടാൻ കൂടുതൽ സമയം വേണ്ട കൂട്ടരെ എന്ന് വിനയപുരസരം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലേ? മൂസ നബിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ലോക ചരിത്രത്തിലെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത മഹാമനീഷി മൂസ നബി അലൈഹി സ്വലാം, ഫറോവ എന്ന് പറയുന്ന ഭരണാധികാരി, അന റബ്ബുക്കുമൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ചരിത്രത്തിലെ ദുഷ്ടൻ അല്ലേ? അവനുമായാണ് പോരാട്ടത്തിന് ഇറങ്ങിയത്. മൂസയാവട്ടെ അലൈഹിസ്സലാം ഫറോവയുടെ സിംഹാസനത്തിൽ പിച്ച വെച്ച് വളർന്നു വന്നവൻ. സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ ആക്രോശിച്ചുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിന് മുമ്പ് തന്നെ ആക്രമണത്തിന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആക്രമണം, കുരുന്നു പൈതങ്ങളെ കൊല ചെയ്തുകൊണ്ട് മൂസയുടെ വരവിന് തടസ്സമേർപ്പെടുത്താൻ വേണ്ടി ചരിത്രത്തിൽ വൻമതിൽ തീർക്കാമെന്ന് വ്യാമോഹിച്ച ഫറോവ എന്ന് പറയുന്ന ചരിത്രത്തിലെ ദുഷ്ടൻ മൂസ നബി അലൈഹി സ്വലാമിന്റെ പ്രബോധനത്തിന്റെ വടിത്താരയിൽ വിഘ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോ ക്ഷമയുടെ
മാർഗത്തിലേക്ക് ഇറങ്ങി, പ്രബോധനത്തിന്റെ വഴിത്താരയിൽ ഇറങ്ങി തിരിച്ച് ഇസ്രായേൽ വിഭാഗത്തെ മഹിതമായ ദീനിന്റെ മാർഗത്തിൽ പിടിച്ചു നിർത്തിയ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ആ മഹാനുഭാവൻ ഫറോവ എന്ന് പറയുന്ന ധിക്കാരി എല്ലാ സീമകളും അതിലംഘിച്ച് പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി മൂസ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരിക്കൽ സ്വഹാബികൾ വരികയാണ്, പീഡനമേറ്റിട്ട് അടിയേറ്റെന്ന് മാത്രമല്ല, കഅബാലയത്തിന്റെ ഓരത്ത് ചാരിയിരിക്കുന്ന പുണ്യ റസൂലിന്റെ അരികിലേക്ക് ഒരു സ്വഹാബി ഓടി വരികയാണ്. ഓടി വരുന്ന സമയത്ത് സ്വഹാബി പറയുകയാണ് പുണ്യ റസൂലിനോട്, നബിയേ ഇനി സഹായം വേണം നബിയേ, അടി ഒരുപാട് ഏറ്റു, ഒരുപാട് ഇടിയേറ്റു, ഒരുപാട് തൊഴിയേറ്റു നബിയേ, ഇനി സഹായം വേണം. ഇപ്പോൾ ഞാൻ വരുന്നത് ഏതാണ് രംഗമെന്നറിയുമോ പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുഖത്തേക്ക് തിരിഞ്ഞ് തന്റെ പിന്നാമ്പുറം കരിഞ്ഞെരിഞ്ഞ് ശരീരത്തിന്റെ വാസന പുറത്തേക്ക് വരികയാണ്. ഇസ്ലാമിന്റെ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അന്നത്തെ ശത്രുക്കൾ അഗ്നികുണ്ഡം ഒരുക്കി തയ്യാറാക്കിക്കൊണ്ട് അതിലേക്ക് മഹാനായ റസൂലിന്റെ കൂടെ നിന്ന സഹാബിയെ പിടിച്ചിട്ട് മലർത്തിയിടുകയാണ്. കമഴ്ത്തിയിട്ടാൽ അങ്ങനെ തന്നെ റിവേഴ്സ് അടിച്ച് ബാക്കിക്ക് വരുമെന്ന് കരുതി മലർത്തിയിടുകയാണ്. മലർത്തിയിട്ടപ്പോ ഈ പുറത്തിന്റെ ഭാഗങ്ങളൊക്കെ കരിഞ്ഞെരിഞ്ഞ് വാസന പുറത്തേക്ക് വരികയാണ്. തിരിഞ്ഞ് ഓടി പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ സഹായിക്കണം നബിയെ, ലോകം മുഴുവൻ സൃഷ്ടിക്കാൻ ഹേതുകമേ പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ഞങ്ങൾക്കിപ്പോ അങ്ങയുടെ കറാമത്ത്, അങ്ങയുടെ മുഅ്ജിസത്ത് കാണണമെന്ന് പറഞ്ഞപ്പോ മഹാനായ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹു എന്റെ സഹോദരൻ മൂസ അലൈഹിസ്സലാമിന് റഹ്മത്ത് ചെയ്യട്ടെ. മൂസ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളെ അന്നത്തെ തൗഹീദിന്റെ ശത്രുക്കൾ, ദീനിന്റെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി നെറുകെ രണ്ട് പിളർപ്പാക്കി വാളുകൊണ്ട് ഈർന്നുകൊണ്ട് രണ്ട് പൊളിയാക്കി വെച്ചു. അപ്പോഴും എന്റെ സഹോദരൻ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ക്ഷമിക്കുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മൂസ അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട അനുചരരെ പിടിച്ചിട്ട് നല്ല നഖമുള്ള ഇരുമ്പിന്റെ മാന്തി കൊണ്ട് ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ പതുക്കെ മാന്തി അല്പാൽപമായി മാന്തിയെടുക്കുകയായിരുന്നു. റഹിമല്ലാഹു അഖി മൂസ, എന്റെ സഹോദരൻ മൂസക്കല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. മൂസയുടെ അനുയായികളെ, അലൈഹിസ്സലാമിന്റെ അനുയായികളെ ഇരുമ്പിന്റെ മാന്തി കൊണ്ടുവന്ന് ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ അല്പാൽപമായി മാന്തിയെടുത്തപ്പോ കറാമത്ത് വരട്ടെ, മുഅ്ജിസത്ത് വരട്ടെ എന്ന് പറഞ്ഞില്ല, അവര് ക്ഷമിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിച്ച് തൗഹീദിന്റെ ആളുകളാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, നിങ്ങൾ യഥാർത്ഥമായ വഴികാട്ടിയുടെ കൂടെയാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ, സൻആ മുതൽ ഹലറമൗത്ത് വരെ ഒരു പെൺകൊടിക്ക് യാതൊരു വ്യക്തിയെയും പേടിക്കാതെ സഞ്ചരിക്കാൻ കഴിയുന്ന നിർഭയത്വം നൽകുന്ന ഒരു നല്ല നാളിതാ വരാനിരിക്കുന്നു, അതൊന്ന് ക്ഷമിച്ച് കാത്തിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിന്റെ മഹിതമായ റിസാലത്തിന്റെ ചരിത്രത്തിലേക്ക് ഓർമ്മകൾ പുതുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു അല്ലേ? മൂസ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ എന്ത് ചെയ്തു? നന്നായി ക്ഷമിച്ചു. ഫറോവ എന്ന് പറയുന്ന ധിക്കാരിയെ നദിയിൽ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിക്കൊണ്ട് കൊല ചെയ്തു. അല്ലാഹു അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു അല്ലേ? ചരിത്രം നോക്കൂ നിങ്ങൾ. സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം സൃഷ്ടിക്കുവാൻ ഹേതുകമേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ പരിസരത്ത് വെച്ച് അടിയേറ്റ് പിടഞ്ഞ ദിനങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ വിശ്വാസികളെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. മക്കയുടെ മാറിടത്തിൽ കൊല ചെയ്യാൻ വേണ്ടി വീട്ടിന്റെ അകത്തളങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകന്റെ ചുറ്റും വലയം തീർത്ത ഖുറൈശി ദുഷ്ടന്മാരുടെ ചരിത്രം നാം അനാവരണം ചെയ്യുന്നവരാണ് അല്ലേ?
സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ആ വിരിപ്പിൽ കടന്നുകൊണ്ട് പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. തന്റെ നാട്ടിൽ ജീവിക്കാൻ ആ ഭൂമി ഹേതുകമായ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം സൃഷ്ടിക്കാൻ, ആകാശം സൃഷ്ടിക്കാൻ, ഭൂമി സൃഷ്ടിക്കാൻ, നക്ഷത്രങ്ങൾ സൃഷ്ടിക്കാൻ, സൂര്യചന്ദ്രാദി ഗോളങ്ങൾ അഖിലം സൃഷ്ടിക്കാൻ ഹേതുകമായ സ്വർഗത്തിന്റെ നരകത്തിന്റെ അവകാശി, സ്വർഗത്തിന്റെ നരകത്തിന്റെ ഒക്കെ സൃഷ്ടിപ്പിന്റെ ഹേതുകമായ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കയുടെ പീഡനം കാരണത്താൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുകയാണ്. 53 വർഷം സത്യസന്ധനായി അല്ലമീനായി ജീവിച്ച മക്കയുടെ മണ്ണിൽ നിന്ന് തന്റെ കുടുംബക്കാർ, തന്റെ നാട്ടുകാർ, തന്റെ എല്ലാമാണെന്ന് കരുതിയ ആളുകൾ ഒന്നൊന്നായി ക്രൂരതകൾ അടിച്ചുവിട്ടുകൊണ്ട് അനുയായികളെ ഒന്നുപോലും നിർത്താൻ അനുവദിക്കാതെ ആ നാട്ടിൽ നിന്ന് ഓടി അകലാനുള്ള സാഹചര്യമൊരുക്കി. സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുകയാണ്. തന്റെ പ്രിയപ്പെട്ട സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലിനെ കൊണ്ടുപോകുന്ന അവസരം, ആ ചരിത്രം കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, ഞാന് ലൈതനി കുന്തു ശഅറ സദ്റ ശഅറ ഷഅറതമിൻ ശഅരി സദ്രി അബൂബക്കർ, അബൂബക്കറിന്റെ നെഞ്ചകത്തുള്ള ഒരു രോമമെങ്കിലും ഞാൻ ആയെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഇസ്ലാമിക ലോകത്തിന്, ലോക ചരിത്രത്തിൽ ഉജ്ജ്വലമായ സാന്നിധ്യമായി ഇസ്ലാമികമായ ഭരണശിരാ കേന്ദ്രങ്ങളിൽ നീതിയുടെ രീതിശാസ്ത്രം എഴുതി ചേർത്ത മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദേഹത്തെ ഒരു രോമമായ. മാത്രമല്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഒരു രാത്രി അതെന്റെ ജീവിതത്തിന് മുഴുവൻ സമം വെച്ചാലും അതിന് സമാനമാകുകയില്ല എന്ന്. ഏതായിരുന്നു ആ രാത്രി എന്നറിയുമോ? തന്റെ ശത്രുക്കൾ